കണ്ണൂർ കളക്ടറെ മാറ്റാതെ ഞാൻ കണ്ണൂരിൽ കാലുകുത്തില്ലെന്ന ഒരു ഉറച്ച ശബ്ദം നമ്മൾ മലയാളികൾ കേട്ടിരുന്നല്ലോ. അത് മന്ത്രി കെ രാജന്റേതായിരുന്നു. അന്ന് മലയാളികൾ ഒന്നടങ്കം മന്ത്രിക്ക് കൈയടിച്ചു, അദ്ദേഹത്തിനൊപ്പം നിന്നു. പിന്നീട് നവീൻ ബാബുവിന്റെ സംസ്കാര ചടങ്ങിന്റെ അന്ന് ആ വീട്ടിൽ എല്ലാ കാര്യങ്ങൾക്കും ഓടി നടക്കുന്ന മന്ത്രിയെ നമ്മൾ കണ്ടു. നവീൻ ബാബുവിനെ പട്ടടയിലേക്ക് എടുക്കുമ്പോൾ തലയ്ക്കൽ പിടിച്ച രാജൻ ആ പോരാട്ടത്തിൽ ആ കുടുംബത്തിനൊപ്പം അദ്ദേഹം ഉണ്ടാകുമെന്ന വലിയ പ്രതീക്ഷ നമുക്ക് നൽകുന്നതായിരുന്നു. നവീൻ ബാബുവിനെ ഒറ്റിക്കൊടുത്ത കളക്ടർക്കെതിരെ തീ പോലെ നിന്നത് മന്ത്രി രാജനായിരുന്നു. കളക്ടറെ മാറ്റാത്ത സർക്കാർ നിലപാടിനെതിരെ അദ്ദേഹം പൊട്ടിത്തെറിച്ചു. കണ്ണൂരിലെ ചില പരിപാടികളിൽ നിന്ന് അദ്ദേഹം വിട്ടുനിന്നു. ഇതെല്ലാം സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു. തെറ്റുതിരുത്തൽ ശക്തി എന്ന ആ പഴയ CPIയെ കേരളം കണ്ടത് പിന്നീട് രാജനിലൂടെയായിരുന്നു. എന്നിട്ടിപ്പോൾ മന്ത്രി രാജൻ എവിടെ? അദ്ദേഹത്തിന്റെ നാവിന് ആര് വിലങ്ങിട്ടു? അതാണ് ചോദ്യം. നവീൻ ബാബു വിഷയത്തിൽ അദ്ദേഹത്തെ ഇപ്പോൾ കാണാൻ പോലുമില്ല. കളക്ടറെ മാറ്റാത്ത സർക്കാരിനോട് രാജന്റെ നാവിറങ്ങിപ്പോയോ? എന്തുകൊണ്ട് ചോദ്യങ്ങൾ ഉയരുന്നില്ല? നവീൻ ബാബു ആത്മഹത്യ ചെയ്തതല്ല, കൊന്നു കെട്ടിത്തൂക്കിയതാണെന്ന് നിരവധി തെളിവുകൾ പുറത്തേക്ക് വരുമ്പോൾ മന്ത്രി രാജന്റെ പൊടി പോലും കാണാനില്ല. കളക്ടറെ സേഫാക്കാൻ പിണറായി ഡൽഹിക്ക് പറഞ്ഞയച്ചപ്പോൾ അതിനെ എതിർത്ത് സംസാരിക്കാൻ മന്ത്രി രാജനെ കണ്ടില്ല. എന്തേ മന്ത്രിയുടെ പോരാട്ട വീര്യം അങ്ങ് അവസാനിച്ചു പോയോ? അതോ പിണറായിയും ഗോവിന്ദനും ചേർന്ന് വിലക്കെടുത്തതാണോ? സർക്കാരിനെ വെട്ടിലാക്കി നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പം നിന്ന രാജനും ഒടുവിൽ അവരുടെ കാല് വാരിയിരിക്കുകയാണ്. ഇപ്പോൾ നവീൻ ബാബുവിനെ കുറിച്ച് ഒരക്ഷരം പോലും പറയാൻ മന്ത്രി രാജനെ എവിടെയും കാണാനില്ല. അക്ഷരാർത്ഥത്തിൽ നവീൻ ബാബുവിനെ വഞ്ചിച്ചത് നിങ്ങളാണ് മന്ത്രി രാജൻ. നവീൻ ബാബുവിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ചതിച്ചവരുടെ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടുപോകുകയാണ്. ഇത് ആത്മഹത്യയല്ല, കൊലപാതകമാണെന്ന് വെട്ടി തുറന്നു പറഞ്ഞ മലയാലപ്പുഴ മോഹനൻ, CBI അന്വേഷണം വേണമെന്ന് വാദിച്ച മോഹനൻ പിന്നീട് കുടുംബത്തിന്റെ കാല് വാരുന്നത് നമ്മൾ കണ്ടില്ലേ? ഈ കള്ളനാണയങ്ങൾക്കൊപ്പം ചേർന്ന് ഇവരെല്ലാം മഞ്ജുഷയെ വഞ്ചിക്കുകയാണ് ചെയ്തത്. എന്നാൽ അവരുടെ പോരാട്ടം അങ്ങനെ കെട്ടടങ്ങുന്നതല്ല. ദിവ്യയെയും കണ്ണൂർ മാഫിയയെയും ചാമ്പലാക്കാനുള്ള ശേഷിയുണ്ട് ആ പോരാട്ടത്തിന്. മന്ത്രി രാജന്റെയൊക്കെ നാവടഞ്ഞു പോയാലും മഞ്ജുഷ മുൻപോട്ട് പോകും. നിയമവഴിയിലൂടെ പോകുമെന്നവർ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഉറപ്പിച്ചതാണ് ചതികൾ ഉണ്ടാകുമെന്ന്. എന്നാലും ആട്ടിൻ തോലിട്ട ചെന്നായയുടെ കൊണം കാണിച്ച രാജനോട് മലയാളികൾ പൊറുക്കില്ല. ഇനിയും മുഖം മൂടിയിട്ട് നവീൻ ബാബുവിന്റെ കുടുംബത്തോട്ട് മന്ത്രി രാജൻ കയറി ചെല്ലരുത്. കളക്ടർ അരുൺ വിജയന് കിട്ടിയതുപോലെ ആട്ട് കിട്ടും. നവീൻ ബാബുവിനെ ദിവ്യ ഉൾപ്പെട്ട ചെന്നായ കൂട്ടത്തിന് കടിച്ചു കീറാൻ ഇട്ടുകൊടുത്ത കളക്ടർ ഒന്നും സംഭവിക്കാത്തതുപോലെ ആ കുടുംബത്തിലേക്ക് കയറി ചെല്ലാൻ തുടങ്ങിയപ്പോൾ മഞ്ജുഷ പറഞ്ഞത് ഇവിടേക്ക് വന്നേക്കരുത് എന്നാണ്. അതുതന്നെയാകും മന്ത്രി രാജനെയും കാത്തിരിക്കുന്നത്. ഒപ്പമുണ്ട് എന്ന് നിലപാടുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും കാണിച്ചു തന്നിട്ട് ഒടുവിൽ കാലുവാരിയ മന്ത്രി രാജനോട് മലയാളികൾക്ക് പരമപുച്ഛം മാത്രമാണുള്ളത്. എന്തുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരക്ഷരം പോലും ഉരിയാടുന്നില്ല? എന്തുകൊണ്ട് കണ്ണൂർ മാഫിയക്കെതിരെ ശബ്ദിക്കുന്നില്ല? കളക്ടറെ മാറ്റണമെന്ന ഉറച്ച ശബ്ദം എന്തുകൊണ്ടിപ്പോൾ ഉയരുന്നില്ല? മന്ത്രി രാജന് നേരെയും സംശയമുന നീളുകയാണ്. മലയാളികൾ പല രീതിയിൽ നവീൻ ബാബു വിഷയത്തിൽ ചർച്ചകൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതങ്ങനെ കെട്ടടങ്ങുന്ന ഒരു വിഷയമല്ല. മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ വിഷയം തള്ളിക്കളഞ്ഞാലും സൈബർ ഇടവും അതുപോലെ തന്നെ ഓൺലൈൻ മാധ്യമങ്ങളും ഈ വിഷയത്തിൽ ചർച്ചകൾ തുടർന്നുകൊണ്ടേയിരിക്കണം. കാരണം ഈ സംഭവത്തിലെങ്കിലും നമുക്ക് നീതി ഉറപ്പാക്കിയെടുക്കണം. കാരണം ആ കുടുംബത്തോടൊപ്പം നമ്മൾ ഉണ്ട് എന്ന് മലയാളികൾ പറഞ്ഞതാണ്. മന്ത്രി രാജന്റെയൊക്കെ നിലപാട് മാറ്റം ഞെട്ടിപ്പിക്കുന്നതാണ്. കാരണം ആദ്യം തുടക്കത്തിൽ തന്നെ വലിയ പ്രതീക്ഷയായിരുന്നു മന്ത്രി രാജന്റെ പ്രസ്താവനകളൊക്കെ വരുമ്പോൾ മലയാളികൾക്കുണ്ടായിരുന്നത്. സർക്കാരിൽ നിന്ന് ഒരാളെങ്കിലും ആ കുടുംബത്തെ പിന്തുണയ്ക്കാനുണ്ടല്ലോ. CPM കുടുംബമായ നവീൻ ബാബുവിന് ഒരുപക്ഷെ നീതി കിട്ടാൻ പോകുന്നത് CPIയുടെ നേതാവ്, അതും മന്ത്രി കൂടിയായ രാജനിലൂടെയൊക്കെ ആയിരിക്കും എന്നുള്ള വലിയൊരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. ആ പ്രതീക്ഷകളെല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് നവീൻ ബാബു വിഷയത്തിൽ ഇപ്പോൾ ഒരക്ഷരം പോലും പ്രതികരിക്കാതെ മൗനം പാലിക്കുന്ന മന്ത്രി രാജനൊക്കെ മലയാളികളെ നിരാശപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നവീൻ ബാബു മരണപ്പെട്ടതിന് ശേഷം മന്ത്രി രാജന്റെ പ്രസ്താവനകളൊക്കെ കേരളം ഓർക്കുന്നുണ്ടല്ലോ. സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ് നവീൻ ബാബു. അദ്ദേഹത്തിന്റെ സർവീസ് റെക്കോർഡ് എടുത്താൽ ഒരു കറ പോലും അതിൽ ഇല്ല എന്നും
നീതി കിട്ടുന്നത് വരെ ആ കുടുംബത്തിനൊപ്പമാണ് എന്നൊക്കെ ഗീർവാണം അടിച്ച മന്ത്രിയോ ഒന്നും ഇപ്പോൾ ആ വഴിക്ക് കാണാനില്ല. ഇപ്പോൾ നീതിക്ക് വേണ്ടിയും ആ കുടുംബത്തിന് വേണ്ടിയും സംസാരിക്കാൻ ഇവരെ എവിടെയും കാണാനില്ല. മലയാളികൾ സംശയിച്ചു പോകുകയാണ്, നിങ്ങളെല്ലാവരും കൂടി ആ കുടുംബത്തിനൊപ്പമാണ് എന്ന് കാണിച്ചുകൊണ്ട് അവരെ പച്ചയ്ക്ക് വഞ്ചിക്കുകയായിരുന്നില്ലേ എന്ന്. കാരണം കൃത്യമായ രീതിയിൽ പോസ്റ്റ്മോർട്ടം നടന്നിട്ടില്ല, അട്ടിമറി നടന്നിട്ടുണ്ട്. അതുമാത്രമല്ല, പിന്നീടൊരു പോസ്റ്റ്മോർട്ടത്തിന് പോലും ആ ബോഡി വെക്കാതെ അഗ്നിക്കിരയാക്കുന്ന ദഹിപ്പിക്കുന്ന തീരുമാനത്തിലേക്ക് ആ കുടുംബത്തെ കൊണ്ട് എത്തിച്ചത് നിങ്ങളൊക്കെ, ചുറ്റും കൂടി നിന്ന നിങ്ങളൊക്കെ തന്നെ അല്ലേ എന്നുള്ള ചോദ്യമാണ് ശക്തമാകുന്നത്. മലയാളികൾക്ക് ഈ വിഷയത്തിൽ, നവീൻ ബാബു വിഷയത്തിൽ സർക്കാരിനെയും CPM-നെയും CPI-യെയും പോലീസിനെയും ആരെയും വിശ്വാസമില്ല.